ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പിളപ്പമാണ്. അതിനായി ഏകദേശം 2 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചക്ക വരട്ടിയതും കൂടെ ചേർത്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ചക്ക വരട്ടിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. എത്ര തേങ്ങ ചേർത്ത് കൊടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. ഏകദേശം ഞാൻ ഒരു തേങ്ങ മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു വലിയ ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ കുമ്പിളപ്പത്തിന് നല്ലൊരു മണവും രുചിയും ഒക്കെ കിട്ടാനായി ഏലക്ക, ജീരകം, ചുക്ക് ഇത്രയും നന്നായി പൊടിച്ചതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി വയനയില ഇതുപോലെ കുമ്പിൾ കൂട്ടി ഇതിലേക്ക് മാവ് നിറച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കതൊരു ഇഡലി പാത്രത്തിൽ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ മതിയാവും വെന്ത് കിട്ടാൻ. നമ്മുടെ കുമ്പിൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം അരമണിക്കൂറിന് ശേഷം ഇതുപോലെ നല്ല കുമ്പിളപ്പം റെഡിയാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്